ഏഴാമത്തെ ദിവസം ഈ കരുണയുടെ ആരാധനയിൽ, കരുണയുടെ നൊവേനയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ ഫൗസ്തീനാമ്മയോട് 1224 ഖണ്ഡികയിൽ ആ ഡയറിയിൽ പറയുന്നൊരു കാര്യം, എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം എൻ്റെ കൂടെ നിൽക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്തവരാണവർ. ദയാപൂർണമായ എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ. ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായൊരു ശോഭയോടെ അവർ പ്രകാശിതരാകും. നരകത്തിയിൽ അവരാരും നിബന്ധിക്കില്ല. മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും. നമ്മൾ ഇന്നത്തെ നിയോഗം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു വിഷയത്തിലാണ്. ദൈവത്തിൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യ ഭക്തർക്ക് വേണ്ടി ഈശോയുടെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിച്ച് സ്വന്തമാക്കി നിത്യജീവനിൽ അവർ മഹിമയോടെ പ്രവേശിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ. അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ. ദൈവത്തിന്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ആത്മാക്കൾ. ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ മധ്യസ്ഥം വഴിയായി തോളുകളിൽ സംവഹിക്കുന്നു. ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല. ഈ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുമല്ലോ. നിത്യനായ പിതാവേ, ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളിൽ അങ്ങയുടെ ദയാദൃഷ്ടി അങ്ങ് പതിക്കണമേ. ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ. കരുണയുടെ പ്രവൃത്തികളാൽ അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതന്റെ കരുണയുടെ സ്തോത്രം ആലപിക്കുന്നു. അങ്ങിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അളവില്ലാത്ത വലിയ കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന വാഗ്ദാനം അവരിൽ പൂർത്തിയാവട്ടെ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ദൈവ കരുണയുടെ ലുത്തനിയ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാം. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറുപടിയായിട്ട് ഏറ്റു ചൊല്ലുക. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാവാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തെക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ,
ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെയെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവർത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയെ നമുക്കെന്നും പാടിപ്പുകഴ്ത്താം.